കൊറോണ വ്യാപനത്തിനിടയിലും കുറച്ചു ദിവസങ്ങളായി മലയാളികളുടെയും പ്രവാസ മലയാളികളുടെയും മനസ്സിൽ മായാത്ത മുഖമായി തീർന്നിരിക്കുകയാണ് വിജയകുമാർ. ഒഴിയാത്ത വേദനയാണ് ഇത്രയും കാലത്ത് കടന്നുവന്ന പ്രവാസ ജീവിതം നൽകിയത്. ഇനി എത്ര കാലമെടുക്കും ആ വേദനയുടെ ആഴത്തിൽ നിന്ന് മുഖം മാഞ്ഞു പോകാൻ എന്ന് ആർക്കും പറയാനാവില്ല താനും. ഭാര്യ മരിച്ചിട്ട് അവസാനമായി പ്രിയതമ്മയുടെ മുഖം ഒന്ന് കാണാൻ, ഒന്ന് അന്ത്യചുംബനം നൽകാൻ, നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇന്ത്യൻ അധികൃതരുടെ കാല് പിടിച്ചു കരഞ്ഞ് നിരാശനായി താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ഈ 50-കാരനെ ഗൾഫിലെ മാത്രമല്ല കേരളത്തിലെ ഒരാൾക്ക് പോലും മറക്കാനാകില്ല. ഒരുപാട് സങ്കടങ്ങൾക്കൊടുവിൽ ശനിയാഴ്ച വൈകിട്ട് 6:25 കൊച്ചിയിലേക്ക് പോകുന്ന വിമാനത്തിൽ ആ മനുഷ്യന് ടിക്കറ്റും ലഭിച്ചു. എന്നാൽ അല്പം ആശ്വാസം പകർന്ന വാർത്ത നമ്മളെ തേടിയെത്തുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ സമാനമായി വീണ്ടും ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. അന്തരിച്ച ഭാര്യയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു മലയാളി കൂടി നാളെ നാട്ടിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി പ്രശാന്തൻ പ്രഭാകരൻ നായരാണ് ഭാര്യ മിനിയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാനും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും വേണ്ടി പോകുന്നത്. നാളെ വൈകിട്ട് 5-ന് അബുദാബി രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 1-ൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് IX 538 വിമാനത്തിലാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുക. ഭാര്യ മരിച്ച് ദിവസങ്ങളായി നാട്ടിൽ പോകാൻ പറ്റാതെ ദുബായിൽ കുടുങ്ങിയ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി വിജയകുമാർ നാളെ ഉച്ചയ്ക്ക് 1-ന് ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 2-ൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. ദുബായിൽ ട്രക്ക് ഡ്രൈവറായ പ്രശാന്തിന്റെ ഭാര്യ മിനി വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത്. ഏറെക്കാലമായി രോഗബാധിതയായിരുന്ന ഇവർ കഴിഞ്ഞ 4 ദിവസങ്ങളായി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. വിവരമറിഞ്ഞതു മുതൽ പ്രശാന്തൻ ഏറെ ദുഃഖത്തിലാണ്. ഉടൻ തന്നെ ഇന്ത്യൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്തതായും ഇന്നലെ വിമാന ടിക്കറ്റ് ലഭിച്ചതായും സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് TK ഹാഷിഖ് പറയുകയും ചെയ്തു. വിജയകുമാറിന്റെ ഭാര്യ മരിച്ചിട്ട് നാളുകളായെങ്കിലും ഏറെ ശ്രമിച്ചിട്ടും നാളത്തേക്ക് പോകാനാണ് വിമാന ടിക്കറ്റ് ശരിയായത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 2-ന് മുന്നിലിരുന്ന് കരയുന്ന ഇദ്ദേഹത്തിന്റെ ചിത്രം മലയാളികളുടെ നോവായി തീരുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.